നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 14, 2025 തിങ്കൾ. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഫ്ലാറ്റായ ഓപ്പണിംഗ് ആണ് ദൃശ്യമായെങ്കിൽ കൂടിയിട്ടും ഓപ്പണായ ഉടനടി തന്നെ മാർക്കറ്റ് ഫോൾ ആകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നമ്മുടെ മാർക്കറ്റിന്റെ ഫോളിലേക്ക് പ്രധാനമായി നയിച്ചത് ഫിനാൻഷ്യൽ സ്റ്റോക്കുകളിലും IT സ്റ്റോക്കുകളിലും ഉണ്ടായ ഫോളാണ്. ഇന്നും IT സ്റ്റോക്സ് ഒക്കെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. അത് മാത്രമല്ല, നിലവിൽ നിലനിൽക്കുന്ന ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ നിക്ഷേപകരുടെ ഇടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയും അതിനെ തുടർന്ന് നിക്ഷേപകർ ജാഗ്രത വർദ്ധിപ്പിക്കുകയും ഉണ്ടായി. ഇതും മാർക്കറ്റിനെ ഇന്ന് ഫോളിലേക്ക് ലീഡ് ചെയ്യുകയുണ്ടായി. ക്ലോസിംഗ് ബേസിസിൽ സെൻസെക്സിന് 230 പോയിന്റുകളുടെ നഷ്ടം നേരിടുകയുണ്ടായി. തത്സമയം നിഫ്റ്റിക്ക് 25,100 എന്ന ലെവലിന് താഴെയായിട്ടാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ബാങ്ക് നിഫ്റ്റിക്ക് ഫ്ലാറ്റായ ഒരു ക്ലോസിംഗ് നടത്തുവാൻ സാധിച്ചെങ്കിൽ ഫിൻ നിഫ്റ്റി നേരിയ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റിയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുമ്പോൾ ഇന്ന് 1269 കമ്പനികൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ 1406 കമ്പനികൾ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചത്. നിഫ്റ്റിയിൽ ഇന്ന് ജിയോ ഫിനാൻഷ്യൽ, ബജാജ് ഫൈനാൻസ്, ടെക് മഹേന്ദ്ര, ഇൻഫോസിസ്, ഏഷ്യൻ പെയിന്റ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ഇറ്റേണൽ, ടൈറ്റാൻ കമ്പനി, ഇൻഡസ് ഇൻഡ് ബാങ്ക്, ONGC, SBI ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റി ITയിൽ 1% ഇടിവ് നേരിടുകയുണ്ടായി. തത്സമയം ഫാർമ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, മീഡിയ, റിയാലിറ്റി, PSU ബാങ്ക് തുടങ്ങിയ സെക്ടറുകളിൽ 0.5% മുതൽ 1% ഉയർച്ച രേഖപ്പെടുത്തി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകളും തരക്കേടില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചു. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും 0.5% നേട്ടം ഇന്ന് കൈവരിക്കുകയുണ്ടായി. ഇന്ത്യൻ രൂപ ഇന്ന് 19 പൈസയുടെ നഷ്ടത്തോട് കൂടിയിട്ട് 85.99 എന്ന നിലയിലാണ് അമേരിക്കൻ ഡോളറിനെതിരെ വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. തുടർച്ചയായി ഇന്ന് മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും ഡിഫൻസ് സ്റ്റോക്കുകൾ നഷ്ടം നേരിടുന്ന കാഴ്ച കണ്ടു. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, BDL തുടങ്ങിയ സ്റ്റോക്കുകളിൽ 4% ഇടിവ് ഇന്ന് കണ്ടു. ലീഡിംഗ് IT സ്റ്റോക്സ് ആയ വിപ്രോ, ഇൻഫോസിസ്, TCS തുടങ്ങിയ സ്റ്റോക്കുകളിലും 2%-ലേറെ ഇടിവ് നേരിടുന്നതായിട്ടും അനുഭവപ്പെട്ടു. ഇന്ന് ജെയിൻ സ്ട്രീറ്റ് എസ്ക്രോ അക്കൗണ്ടിലേക്ക് 4,843 കോടി രൂപ ഡിപ്പോസിറ്റ് ചെയ്യുകയുണ്ടായി. ഇതിനോടനുബന്ധിച്ച് തന്നെ ജെയിൻ സ്ട്രീറ്റിന്റെ ഭാഗത്ത് നിന്നും സെബിയോട് ട്രേഡിംഗ് നിരോധനം മാറ്റിക്കൊടുക്കണമെന്ന അപേക്ഷയും നൽകിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് ഇന്ത്യ വിക്സ് 1.35% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 11.98 എന്ന നിലയിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തി. ഇന്ന് ലോക്കലി നമ്മൾ 2 ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. WPI ഡേറ്റയ്ക്കും CPI ഇൻഫ്ലേഷൻ ഡേറ്റയ്ക്കും. അതിൽ WPI ഇൻഫ്ലേഷൻ ഡേറ്റ റിലീസ് ചെയ്യുകയുണ്ടായി. പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ഒരു റിസൾട്ടാണ് വന്നത്. മെയ് മാസത്തിൽ 0.39% നിന്നും ജൂൺ മാസത്തിലേക്ക് വന്നപ്പോൾ -1.3% എത്തിച്ചേർന്നു. 2023 ഒക്ടോബറിന് ശേഷമാണ് ഇന്ത്യയുടെ WPI ഇൻഫ്ലേഷൻ ഡാറ്റ നെഗറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഫുഡ് ആർട്ടിക്കിൾസിന്റെയും ഫ്യൂവലിന്റെയും മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സിന്റെയൊക്കെ വിലയിൽ ഉണ്ടാകുന്ന ഇടിവിനെയാണ്. CPI ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ന് വൈകുന്നേരം റിലീസാകും. അതിന്റെ ഒരു പ്രതിഫലനം നാളത്തെ നമ്മുടെ മാർക്കറ്റിൽ കാണുവാനായിട്ട് സാധിച്ചേക്കാം. ഒരു പരിധി വരെ ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തിയത് WPI ഇൻഫ്ലേഷൻ ഡാറ്റ പോസിറ്റീവായി വന്നതുകൊണ്ട് തന്നെ. അതുപോലെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിലവില് ഡോ ജോൺസ് ഫ്യൂച്ചർ 147 പോയിന്റുകളുടെ ഇടിവോട് കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കോയിൻ റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ഇന്ന് 1,21,000 എന്ന റേഞ്ചിന് മുകളിലേക്ക് ഒരു അതിശക്തമായ റാലിയാണ് ബിറ്റ്കോയിനിൽ ഇന്ന് കാണുവാനായിട്ട് സാധിച്ചത്. യൂറോപ്യൻ യൂണിയനെതിരെ വന്ന 30% ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളെ തുടർന്ന് ഇന്ന് യൂറോപ്യൻ മാർക്കറ്റ്സ് നെഗറ്റീവായിട്ടാണ് ഓപ്പൺ ആയെങ്കിൽ കൂടിയിട്ടും നിലവില് UK മാർക്കറ്റ് 34 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടി വ്യാപാരം തുടരുന്നു. തത്സമയം ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് പോസിറ്റീവ് സെന്റിമെന്റ്സ് ആണ് കാണുന്നത്. ജപ്പാൻ മാർക്കറ്റും തായ്വാൻ മാർക്കറ്റും ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു.
കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡും ക്രൂഡ് ഓയിലും കുതിച്ച് ഉയരുന്നതായിട്ട് കാണുന്നുണ്ട്. ബ്രന്റ് ക്രൂഡ് 71.49 US$ പെർ ബാരലിന് മുകളിലേക്കും ക്രൂഡ് ഓയിൽ 69.52 US$ പെർ ബാരലിലേക്കും ഉയർന്നിട്ടുണ്ട്. ഗോൾഡും കുതിച്ചു കയറുന്ന കാഴ്ച തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് കൊട്ടാക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്യുകയുണ്ടായി. സെൽ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഹയർ ആയ വാലുവേഷൻസിനെ തുടർന്നാണ്. ടാർഗറ്റ് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് 650 നിന്നും 700 രൂപ പെർ ഷെയറിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. VIP ഇൻഡസ്ട്രീസ് രാവിലെ പ്രീ മാർക്കറ്റിൽ മെൻഷൻ ചെയ്തിരുന്നു, പ്രൊമോട്ടേഴ്സ് ഫാമിലി ബ്ലോക്ക് ഡീൽ വഴി സ്റ്റേക്കുകൾ വിറ്റഴിക്കുകയാണെന്ന്. സിരമാൽ ഫാമിലി 32% സ്റ്റേക്ക് കമ്പനിയിൽ നിന്നും വിറ്റ് ഒഴിയുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. തൽഫലമായി സ്റ്റോക്ക് ഇന്ന് 4% ഇടിവും രേഖപ്പെടുത്തി ഇൻട്രാഡേ ബേസിസിൽ. ലാൻഡ്മാർക്ക് കാർസ് B&K സെക്യൂരിറ്റീസ് സ്റ്റോക്കിന് ബുള്ളിഷ് ഔട്ട്ലുക്ക് നൽകുകയുണ്ടായി. വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് പ്രൈസിൽ നിന്നും 60% അപ്സൈഡ് ആണ് അവരുടെ അഭിപ്രായ പ്രകാരം സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നത്. 507 രൂപ പെർ ഷെയർ എന്ന ടാർഗറ്റ് പ്രൈസും നൽകിയിട്ടുണ്ട്. സുല വൈൻ യാർഡ്സ് ഓപ്പറേഷൻസിൽ നിന്നുമുള്ള റവന്യൂ 8% ഇടിവ് രേഖപ്പെടുത്തി. 128.4 കോടി രൂപയിൽ നിന്നും 118.3 കോടി രൂപയായിട്ട് ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി Q1 റിസൾട്ടിൽ. ഓല ഇലക്ട്രിക് Q1 റിസൾട്ടിൽ 428 കോടി രൂപയുടെ നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ കൂടിയിട്ടും ഓപ്പറേഷൻസ് റവന്യൂ 35.5% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 611 കോടി രൂപയിൽ നിന്നും 828 കോടി രൂപയിലേക്ക് ഇയർ ഓൺ ഇയറിൽ വർധനവ് രേഖപ്പെടുത്തി. തൽഫലമായിട്ട് ഇൻട്രാഡേ ബേസിസിൽ 17% അപ്സൈഡ് സ്റ്റോക്കിൽ കാണുവാനായിട്ട് സാധിച്ചു. HFCL 125 കോടി രൂപ മുടക്കി IBR കേബിൾ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഉള്ള അനുമതി ബോർഡ് നൽകി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ലക്ഷ്മി ഡെന്റൽ മോട്ടിലാൽ ഓസ്വാൾ സ്റ്റോക്കിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 540 രൂപ പെർ ഷെയർ എന്ന ടാർഗറ്റ് പ്രൈസും നൽകിയിട്ടുണ്ട്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.